ഫ്രണ്ട്സ് എല്ലാവർക്കും ഫാമിലി സ്റ്റാറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയും നമ്മുടെ കഴിഞ്ഞ ദിവസം ചെയ്ത ടോപ്പിക്ക് തന്നെയാണ് നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്നലെ ഇട്ട വീഡിയോയ്ക്കകത്ത് നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു ഫ്ലോയിൽ അങ്ങ് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ നാക്കിടറി പോവുക എന്ന് പറയത്തില്ല, അതുപോലെ ഗാന്ധി ഭവൻ എന്നൊരു തെറ്റ് ഞാൻ വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ട്. അപ്പോൾ അതും ഫസ്റ്റ് ഒരാൾ കമൻറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഞാൻ വീഡിയോ കയറി കണ്ടത്. നേരെ എഡിറ്റ് ചെയ്ത് വീഡിയോ അപ്ലോഡ് ചെയ്യുകയായിരുന്നു ചെയ്തത്. അപ്പോൾ ഒരാൾ അങ്ങനെ ചെയ്തതിന് ശേഷമാണ് ഞാൻ വീഡിയോ കണ്ടത്. വീഡിയോ കണ്ടു നോക്കിയപ്പോഴാണ് അത് എനിക്ക് പറ്റിയ തെറ്റ് തന്നെയാണ് കേട്ടോ. അങ്ങനെ സംസാരിച്ച് ഞാനും അത് ശ്രദ്ധിച്ചില്ല. സത്യം പറഞ്ഞാൽ കമൻറ്റ് വന്നതിന് ശേഷമാണ് ശ്രദ്ധിച്ചത്. അപ്പം എല്ലാവരോടും സോറി പറയണേ. അങ്ങനെയല്ല, ജീവമാതാ കാരുണ്യഭവനെ കുറിച്ചാണ് പറയുന്നതെന്ന് എല്ലാവർക്കും കാര്യം മനസ്സിലായിട്ടുണ്ട്. പക്ഷെ പേര് പറഞ്ഞത് തെറ്റായിപ്പോയി. നല്ലൊരു ചാരിറ്റി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ്. അപ്പം പേര് ഒരു തെറ്റായിട്ട് പറഞ്ഞ തെറ്റ് തന്നെയാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ പറയുകയാണ്, അങ്ങനെ ഒരു തെറ്റ് ഞാൻ ശ്രദ്ധിച്ചില്ല, അതുകൊണ്ടാണ് അങ്ങനെ ഒരു തെറ്റ് പറ്റിപ്പോയത്. പക്ഷേ ആ ടോപ്പിക്ക് തന്നെയാണ് നമ്മൾ ഇന്നും സംസാരിക്കാൻ പോകുന്നത്. കാരണം എന്തിനാ ആ ടോപ്പിക്ക് തന്നെ സംസാരിക്കുന്നു മനസ്സിൽ വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം സത്യം പറഞ്ഞാൽ സമൂഹത്തിൽ ഇങ്ങനെയുള്ളൊരു തെറ്റ് സംഭവിക്കുമ്പോഴാണ് നമ്മൾ ഇങ്ങനെയുള്ള സമൂഹത്തിൽ നടക്കുന്ന ഇങ്ങനെയുള്ള അനീതിക്കെതിരെയല്ലേ നമ്മൾ റിയാക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം ഞാൻ ഇതിനെക്കുറിച്ച് വീഡിയോസ് കാര്യങ്ങളൊന്നും ചെയ്തില്ലായിരുന്നു. പക്ഷേ ഇതിനെതിരെ ഓരോ തെളിവുകളായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിലേക്ക് വരുമ്പോഴാണ് അതിനെക്കുറിച്ച് പിന്നെയും റിയാക്ട് ചെയ്ത വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ദിവസം ഓരോ തെളിവുകൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ പ്രായം ചെന്നവരാണ്, അവർക്ക് അസുഖങ്ങളും കാര്യങ്ങളും വരും, അവരെ ഹോസ്പിറ്റലൈസ്ഡ് ആകേണ്ട കേസിൽ അതുപോലെ സജ്ജീകരിക്കാനുള്ള സജ്ജീകരണങ്ങളും കാര്യങ്ങളും നടത്തി കൊടുക്കാനും എല്ലാം സാധിക്കുമെങ്കിൽ ഇതുപോലെ ഒരു സ്ഥാപനം തുടങ്ങി വെക്കാവുള്ളൂ. അല്ലാതെ ഒരാൾ അവിടെ കിടന്ന് ദുരിതം അനുഭവിക്കുന്നു, ആഹാരം കിട്ടാതെ വിഷമിക്കുന്നു, സമയത്തിന് ആഹാരം കിട്ടുന്നില്ല, ഇത്ര സമയം കഴിഞ്ഞാൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നില്ല, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നിരന്തരം വരുമ്പോൾ ആൾക്കാർ പരാതിപ്പെടുക തന്നെ ചെയ്യും. അത് പ്രായം ചെന്നവരുടെ ഒരു സ്വഭാവം നമുക്ക് എല്ലാവരും നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ളതാണ്. അവർക്ക് എത്രയൊക്കെ നമ്മൾ കൊടുത്താലും അവർക്കൊരു തൃപ്തി വരില്ല, ഒരു കുറ്റങ്ങൾ മാത്രമായിരിക്കും. പ്രായം ചെന്നവർ വീട്ടിൽ താമസിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് മാത്രമേ അതിൻ്റെ ഒരു ഇത് മനസ്സിലാവത്തുള്ളൂ. അപ്പം അവർക്ക് കൊടുക്കേണ്ട കെയറും കാര്യങ്ങളും അവർക്ക് കൊടുക്കുക തന്നെ ചെയ്യണം. അല്ലാതെ ഒന്നും കൊടുക്കാൻ സാധിക്കത്തില്ല എങ്കിൽ ഇതുപോലെ ഒരു അനാഥ മന്ദിരം പണിത് വെച്ച് അതിൽ വലിയ ഡയറക്ടർ ബോർഡിലൊക്കെ ഇരിക്കാതിരിക്കുക, അതായിരിക്കും ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ അങ്ങനെ സഹായം ചെയ്യുക. ഈ അമ്മയുടെ വർത്തമാനം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വിഷമാവും. നിങ്ങൾക്ക് എന്നെ കൂടെ നിർത്താൻ സാധിക്കില്ലെങ്കിൽ ആ പിള്ളേരോടാണ് പറയുന്നത്, സ്വന്തം മക്കളോടാണ് കേട്ടോ പറയുന്ന വീഡിയോയിലൂടെ, നിങ്ങൾക്ക് എന്നെ നിൽക്കാൻ സാധിക്കത്തില്ല, കൊല്ലത്ത് വേറെ സ്ഥാപനമുണ്ടല്ലോ അവിടേക്ക് എന്നെ കൊണ്ടുവിട്ടേക്ക്, വയ്യ നരകിക്കുകയാണ്, പനിയായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടില്ല, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞാണ് ആ അമ്മ വിഷമിച്ച് ആ വീഡിയോ ചെയ്യുന്നത്. ഏതായാലും നമുക്ക് ആ വീഡിയോയുടെ ഭാഗങ്ങളൊന്ന് കണ്ടിട്ട് വരാം. വേറെ എവിടെ ആയാലും വേണ്ടി എങ്ങോട്ടില്ലെന്നും കൊണ്ടുപോടി. അന്ന് വരെ ഞാൻ പട്ടിണിയും ആടി, ഇവിടെ ആഹാരമൊന്നും ഇല്ലടി. ഞങ്ങളെ ഇട്ട് കഷ്ടപ്പെടുത്ത കുറേ പെണ്ണുങ്ങൾ ഇവിടെ കിടപ്പുണ്ട്. വീടും അതുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമില്ല വേറെ എവിടെയും എന്നെ കൊണ്ടാക്കടി. വല്ലാത്ത വിഷമം. തീരെ വയ്യാടി, പനി പിടിച്ച് കിടക്കുക. ആശുപത്രി പോലും കൊണ്ടുപോവുകയില്ല. എന്നെ നിങ്ങൾക്ക് ഇഷ്ടമല്ല, എനിക്ക് കൊല്ലത്തോ ഓട്ടത്തെ എവിടെയും കൊണ്ടാക്കാം. ഞാൻ വിളിച്ചെന്ന് അറിയിക്കരുത്. എൻ്റെ ഒരു സ്റ്റാഫിനോടാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇഷ്ടമല്ലെങ്കിൽ ഞാൻ വന്ന് വിളിച്ചുകൊണ്ട് പോന്നു, ഞാൻ വിളിച്ചതായിട്ട് അറിയിക്കരുത് എന്നും പറഞ്ഞൊന്ന് വരാമോ എന്ന്. എനിക്ക് തിരുവറപ്പനെ ഓർത്തെങ്കിൽ നീ എന്നെ രക്ഷിക്കടി.
ഞാനെന്തോ ഒരാളാണ് നിങ്ങളോട് ചെയ്തത്. ഇത് ഞാൻ വാട്സപ്പിൽ അയച്ചു കൊടുത്താൽ മതിയോ അമ്മേ? മതിയൊക്കെ അവളെടുത്തിട്ടുണ്ടോ ഫോണ്? ഇല്ല, ഞാനത് എന്താണല്ലേ ഈ വീഡിയോ കണ്ടപ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സലിയുന്ന ഒരു വിഷമം തന്നെയല്ലേ. കാരണം എത്രയൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ നമുക്കും അമ്മമാരുള്ളതാണ്. ആ അമ്മമാരെയാണ് നമ്മൾ ഒറ്റ നിമിഷം കൊണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓർത്തു പോകുന്നത്. വിഷമിച്ചാണ്. അതും പറയുന്നുണ്ട്, വീഡിയോ അയച്ച കാര്യം പറയരുത്, വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്ന ഇങ്ങനൊരു വീഡിയോ എടുത്ത കാര്യം പറയരുതെന്ന് അമ്മ പ്രത്യേകം പറയുന്നത്. അതുകൊണ്ട് കൊല്ലത്ത് കൊണ്ടാക്കിക്കോ, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ എവിടെയെങ്കിലും കൊണ്ട് തന്നെ ആക്കിക്കോ, ഇവിടുന്ന് മാറ്റുക. ഇത് കാണുന്ന ആ സ്വന്തം മക്കളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അവർക്കൊക്കെ വിഷമമുള്ളവരാണെങ്കിൽ അവർ കൊണ്ട് നിർത്തി നോക്കാൻ സാധിക്കുന്ന മക്കളാണെങ്കിൽ ഇതുപോലെയുള്ള അമ്മമാരെ കൊണ്ടുപോവുക സ്വന്തം വീട്ടിലേക്ക്, അല്ലാതെ അനാഥ മന്ദിരത്തിലേക്ക് പറഞ്ഞു വിടരുത്. നമ്മൾ ആ കാര്യങ്ങളും കൂടെ ഈ വീഡിയോയിൽ സംസാരിക്കണം. അല്ലാതെ ഗിരിജയുടെ കുറ്റം, ഗിരിജയുടെ നല്ലത് പറഞ്ഞെന്നല്ല, ഗിരിജയ്ക്ക് ഇങ്ങനെ ഒരു സ്ഥാപനം നടത്തുമ്പോൾ ആ വ്യക്തിക്ക്, ആ പുള്ളിക്കാരത്തിക്ക് ഇതൊക്കെ ഒത്തുപോകാൻ കൊണ്ടുപോകാൻ പറ്റില്ല എങ്കിൽ ഇങ്ങനെ ഒരു സ്ഥാപനം നടത്താതിരിക്കുകയാണ് ചെയ്യേണ്ടത്. സ്ഥാപനം നടത്തിയിട്ട് ബാക്കിയുള്ളവരെ കൊണ്ട് മോശം പറയിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് പോകാതിരിക്കുക. അതോടൊപ്പം സ്വന്തം മക്കളോടാണ് ഈ കരഞ്ഞു പറയുന്നത്. അപ്പോൾ അവരുടെ കാര്യം നമ്മൾ പറയുക തന്നെ ചെയ്യണം, അവരെയും സൂചിപ്പിക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇതുപോലുള്ള അനാഥ മന്ദിരത്തെ നരകിക്കാൻ വിടാതെ അവരെ സ്വന്തം വീട്ടിൽ നോക്കാൻ സാധിക്കുന്ന മക്കളാണെങ്കിൽ കൊണ്ടുപോയി നോക്കുക തന്നെ ചെയ്യണം. ഇത്രയും പ്രായം ചെല്ലുന്നിടം വരെ അവർ നിങ്ങളെ നോക്കിയതാണെന്ന് ഒറ്റ നിമിഷം ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. ഈ വീഡിയോ അതിനും കൂടെ ഗുണം ചെയ്യുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ ഇതിനെതിരെ വേറെ പ്രതികരണങ്ങളും ഈ ഗിരിജ എന്ന വ്യക്തിക്കെതിരെ വന്നിട്ടുണ്ട്. ഗിരിജയുടെ സ്വന്തം നാട്ടുകാർ തന്നെ യൂട്യൂബ് ചാനലിൽ വന്ന് വിവരം തരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവർ നേരത്തെ താമസിച്ചിരുന്ന പത്തനാപുരം എന്ന സ്ഥലത്താണ് തോന്നുന്നു ഇവർ താമസിച്ചിരുന്നത്. ആ താമസിച്ചിരുന്നതിൻ്റെ അടുത്ത് താമസിച്ചിരുന്ന ഒരു സ്ത്രീ തന്നെയാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ പുള്ളിക്കാരിനെ കുറിച്ച് വളരെ ഇതായിട്ടാണ് സംസാരിക്കുന്നത്. അതുപോലെ തന്നെ പുള്ളിക്കാരിയുടെ ആദ്യ ഭർത്താവ് മരിച്ചത് കാമുകനുമായിട്ടൊരു ബന്ധമുണ്ട്, ഒരു കാമുകൻ ഉണ്ടായിരുന്നു, കാമുകനുമായിട്ടുള്ള ബന്ധം അറിഞ്ഞു, അങ്ങനെ കാമുകൻ ഭർത്താവിനെ കുത്തിക്കൊന്നതാണ്, പുള്ളിക്കാരി കുത്തിക്കൊല്ലിപ്പിച്ചതാണോ എന്ന് തന്നെ അവർക്ക് സംശയമുണ്ട്. അങ്ങനെ രീതിയിലൊക്കെ അവർ സംസാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗിരിജ എന്ന വ്യക്തിയുടെ പേര് അമ്പിളി എന്നാണ്. ഉദയ ഗിരിജ എന്ന പേര് അവർക്കാർക്കും അറിയില്ല, അമ്പിളി എന്നായിരുന്നു അവരെല്ലാം വിളിച്ചുകൊണ്ടിരുന്നതും. അവർക്കറിയാവുന്നതും ആ പേരിലുള്ള വ്യക്തിനെയാണെന്നാണ് സംസാരിക്കുന്നത്. അതുപോലെ എല്ലാ രീതികളും വ്യക്തമായി. പുള്ളിക്കാരി ഒരു മോശം ആളാണെന്നുള്ള രീതിയിലൊക്കെയാണ് ഈ സ്ത്രീ സംസാരിക്കുന്നത്. പക്ഷെ നമുക്ക് ഗിരിജ എന്ന വ്യക്തിയെക്കുറിച്ച് എനിക്കെന്ന രീതിയിൽ പേഴ്സണലായിട്ട് നമുക്ക് ആർക്കും പുള്ളിക്കാരിനെ അറിയത്തില്ല. പുള്ളിക്കാരി ശരിയല്ലാത്ത ഒരാളാണോ അതൊന്നും നമുക്ക് വാദിക്കാൻ പറ്റില്ല. കാരണം നമുക്ക് പേഴ്സണലായിട്ട് ഒരാളെ അറിയത്തില്ല. ഇവരിങ്ങനെ സംസാരിക്കുന്നത് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അല്ല, നമുക്ക് പേഴ്സണലായിട്ട് അറിയാത്തത് കൊണ്ട് ഞാൻ പുള്ളിക്കാരി ശരിയല്ലാത്ത ആളാണെന്ന് ഞാൻ വാദിച്ചു പറയുന്നില്ല കേട്ടോ. അതൊക്കെ ഇനി പുറത്ത് തെളിവുകൾ സഹിതം പുറത്ത് വരട്ടെ. അപ്പോൾ ഈ വന്നത് വെച്ച് ഈ പുള്ളിക്കാരി തീരെ ഇതായിട്ടാണ് സംസാരിക്കുന്നത്. ഗിരിജ എന്ന അമ്പിളി എന്ന ആളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാമോ എന്ന രീതിയിലാണ് പുള്ളിക്കാരി സംസാരിക്കുന്നത്. അപ്പം നമുക്ക് ഏതായാലും ആ വോയിസ് ഒന്ന് കേട്ടിട്ട് വരാം. ഇപ്പം അവിടെ അല്ല, പുള്ളിക്കാരിയുടെ വീട്ടിന്റെ തൊട്ട് അടുത്ത് തന്നെ താമസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പം അവിടെ അല്ല. അപ്പം എനിക്ക് ഇവരെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയണമെന്നുണ്ട്. ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ വിളിച്ചത്. നിങ്ങൾ ഈ ആരും വിചാരിക്കുന്ന പോലെ ഒരു സ്ത്രീയൊന്നും അല്ല അവര്. അവരുടെ സ്വന്തം ഭർത്താവിനെ, ഇവർക്ക് ഫസ്റ്റ് പിന്നെ ഈ അനാഥാലയങ്ങളിൽ പിരിവ് നടത്തി പിരിച്ചു പൈസ കൊടുക്കുന്ന ഒരു ജോലിയായിരുന്നു ഈ പറഞ്ഞ അമ്പിളിക്കും ഇവരുടെ സഹോദരി ചേച്ചി മല്ലികയ്ക്കും. അപ്പോ ഇവര് ഗിരിജയുടെ പേരാണ് അമ്പിളി. അമ്പിളി എന്ന് പറഞ്ഞാൽ അറിയും. അപ്പോ ഇവർക്ക് ഈ അനാഥാലയത്തിൽ പൈസ പിരിച്ചു കൊടുക്കുന്ന ഒരു ജോലിയായിരുന്നു. പേര് മല്ലിക എന്നാണ്. അപ്പോ ഈ സ്ത്രീകൾ ഈ ഒരു ഫീൽഡിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഈ അമ്പിളി എന്ന് പറഞ്ഞ ഈ സ്ത്രീയെ ഒരു അനിൽ എന്ന് പറഞ്ഞ ചേട്ടൻ വിവാഹം കഴിക്കുകയും ഇവര് തമ്മിൽ സന്തോഷമായിട്ട് മുന്നോട്ട് പോയി 2 മക്കളും ജനിക്കുകയും ചെയ്തു. അതിനുശേഷം ഈ സ്ത്രീ ഈ ഫീൽഡിൽ ഇറങ്ങിയതിന് ശേഷം ഈ അനിലേട്ടനുമായിട്ട് എന്നും വഴക്കാണ്. എന്നുവെച്ചാൽ ഇവർക്ക് വേറെ ബന്ധങ്ങളൊക്കെ ഉണ്ടെന്നും പറഞ്ഞിട്ട് എന്നും വഴക്കാണ്. അങ്ങനെ ഒരു ദിവസം ഈ അനിലേട്ടൻ ഈ സ്ത്രീയെയും ഇവരുടെ കാമുകനെയും ഒരു ഓട്ടോയിൽ വെച്ചിട്ട് പിടികൂടി. ഓട്ടോയിൽ വെച്ച് പിടികൂടി വലിയ വഴക്കായി, ബഹളമായി. ഇവരുടെ കാമുകൻ ആ അനിലേട്ടനെ അവിടെ ഇട്ട് കുത്തിക്കൊന്നു. പത്തനാപുരത്തിട്ട് കുത്തിക്കൊന്നു. ഞങ്ങൾ ആ പത്തനാപുരംകാര് തന്നെയാണ്. അവിടെ ഇട്ട് കുത്തിക്കൊന്നു. അവിടെ ഇട്ട് ഒരു കടയുടെ ഫ്രണ്ടിലിട്ട് കുത്തി. അപ്പൊ തന്നെ ആ ചേട്ടൻ മരിച്ചു. അതിനുശേഷം
ഇവര് ഈ പിന്നെ പല വൃത്തികേടുകളും കാണിച്ചിട്ടാണ് ഈ സ്ത്രീ പിന്നീട് സ്വന്തമായിട്ട് ഒരു അനാഥ സ്ത്രീയുടെ വോയിസ് കേട്ടപ്പോൾ നിങ്ങൾ പറഞ്ഞു ആ സ്ത്രീ നല്ല രീതിയിലാണ് മുന്നോട്ട് വന്ന് പറയുന്നത്. അപ്പം ആ സ്ത്രീ ആദ്യമ വോയിസ് മാത്രമാണ് ഇട്ടത്. പിന്നീട് സ്ത്രീയുടെ ഫേസും കാണിച്ചുകൊണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. പുള്ളിയുടെ അടുത്ത് ഈ ഗിരിജ എന്ന വ്യക്തി വെല്ലുവിളിയുമായി ചെന്നിട്ടുണ്ട്, ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് പിന്നീട് ഒഫീഷ്യൽ പേജിൽ പുള്ളിക്കാരി വീഡിയോയുമായി രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇതിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, ഓരോ കുരുക്കുകളും പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഗിരിജ എന്ന വ്യക്തിനെ പുതിയതായിട്ട് രണ്ടാമത് കല്യാണം കഴിച്ചിരിക്കുന്ന വ്യക്തി ഗുണ്ട സംഘത്തിൽപ്പെടുന്ന ആളാണെന്നും പറഞ്ഞ് ഒരുപാട് ന്യൂസും കാര്യങ്ങളും നമുക്ക് എല്ലാം ഒരു വീഡിയോയിൽ പറഞ്ഞു തീർക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് നെക്സ്റ്റ് വീഡിയോയുമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇതൊന്ന് കണ്ടപ്പോൾ ഈ വോയിസും അതുപോലെ തന്നെ ഈ അമ്മയുടെ കരച്ചിലും കണ്ടപ്പോൾ ഇതൊന്ന് ഷെയർ ചെയ്ത് വിടണമെന്ന് വിചാരിക്കുന്നു. കാരണം ഇനിയെങ്കിലും സ്വന്തം മക്കൾ, സ്വന്തം അമ്മമാരെ ഇതുപോലെയുള്ള അനാഥ മന്ദിരത്തിൽ നരകിക്കാൻ വേണ്ടി വിടാതിരിക്കുക. വിട്ടുപോയി എന്നൊരു ഗതികേട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കി കാര്യങ്ങളും കൂടെ അന്വേഷിക്കാനുള്ള സാമാന്യ മര്യാദയും കൂടെ കാണിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ അവരെ കെയർ ചെയ്ത് പ്രായമായവരെന്ന് പറഞ്ഞാൽ അവർക്ക് പ്രത്യേകം ഒരു സ്വഭാവവും വാശിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും. ഇതുപോലെയുള്ള ആൾക്കാരെ കെയർ ചെയ്ത് നോക്കാൻ സാധിക്കില്ല, സമയത്തിന് ഭക്ഷണം കൊടുക്കാൻ സാധിക്കില്ല. ദേഷ്യവും മരിഷ്യവും അധികമുള്ളവരൊക്കെ ആണെങ്കിൽ ഇതുപോലെയുള്ള അനാഥ മന്ദിരത്തിൽ നിന്ന് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ഒരു അനാഥ മന്ദിരം പണിത് വെച്ച് ഇതുപോലെയുള്ള അന്യായങ്ങൾ കാണിക്കാതിരിക്കുക. അതായിരിക്കും ഏറ്റവും നല്ലത്.